പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗമുടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവെ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക, പെരമേയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം, ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിന്ന് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിൻ്റെ എതിരാവ് നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു വെമ്പലുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ ജയിൽ മോചിതരാക്കണമെന്നും കുറ്റവിമുക്തരാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ കുറ്റവിമുക്തരാക്കണമെന്നാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത്. അതറിയണമെങ്കിൽ അതിൻ്റെ ഒരു നിഴലാട്ടങ്ങൾ നമ്മുടെ നടപടി പുസ്തകം 17:30 കാണാം. ഒന്ന് വായിച്ചാൽ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അതുണ്ട്. അതൊക്കെ
അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പൊ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത് ദൈവത്തെ അറിയാവുന്ന പറയണവനെ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പൗലോസ് പറയുന്നില്ലേ? 1 കൊരിന്ത്യർ 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഈ അറിവ് എപ്പോഴും വരണമെന്ന് അറിയാമോ? അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ദൈവം മനുഷ്യരൂപത്തിൽ അയച്ച ഒരു കാലഘട്ടമുണ്ട്. ക്രിസ്തു അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിളമ്പാൻ തുടങ്ങിയ കാലഘട്ടമുണ്ട്. അതാണ് ഒരു കാലഘട്ടം. അതൊക്കെ മുമ്പുള്ളതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഇതിലൊരു സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറിയാമെന്ന് വിചാരിക്കുന്നവൻ, അജ്ഞതയുടെ കാലഘട്ടം അറിയാത്ത കാലഘട്ടമാണല്ലോ. അപ്പം അറിയുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു വിഷയമില്ലേ? എന്താ അറിയേണ്ടത്? അറിയേണ്ട കാര്യം നിത്യജീവനെക്കുറിച്ച് തന്നെയാണ്. അത് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല, ക്രിസ്തുവിലൂടെ ഉത്ഭുതമാകുന്ന വാത് തുറക്കപ്പെടുന്ന നിത്യതയുടെ കവാടത്തെക്കുറിച്ചാണ് അറിയണത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പറയണത് ഈ അറിവാണ്. എന്താണ്? നിത്യജീവന് നമ്മളെ സഹായകരമായ രീതിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം. യേശുക്രിസ്തുവിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു 1,00,000 വോളിയംസ് എഴുതാൻ പറ്റും. പക്ഷേ ആ അറിവിൽ നിത്യജീവന് വേണ്ടി യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന അറിവാണ് പിതാവ് ആഗ്രഹിക്കുന്ന അറിവെന്ന് പറയണത്. ഇതറിയാത്ത കാലം അജ്ഞതയുടെ കാലം തന്നെയാണ്. ഈ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല ചില സമയത്ത് നമ്മുടെ തെറ്റുകളെ. എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തും കൂടെ എല്ലാവരും അനുദപിക്കണം. എല്ലായിടത്തും കൂടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തുവിനെ ലോകത്ത് കൊടുത്തിരിക്കുന്നത് ലോകത്തിന് മുഴുവനായിട്ടുള്ള അനുതാപത്തിന് വേണ്ടിയാണ്. എല്ലായിടത്തും ഉള്ള എല്ലാവരും അനുദപിക്കണമെന്ന്. എന്തിനാണ്? അവിടെ പാപത്തെക്കുറിച്ച്. കാര്യം എന്താണ്? മറ്റൊരു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ പേര് ജെസ്സി. എൻ്റെ സ്ഥലം തിരുവനന്തപുരം വർക്കലയാണ്. ഞാനൊരു ഹിന്ദുവാണ്. 2023 മെയ് മാസമാണ് ഞാൻ കൃപാസനത്തിലെത്തുന്നത്. വളരെ സങ്കടത്തോടെയാണ് ഞാൻ അന്നിവിടെ കാലുകുത്തുന്നത്. എന്നാൽ ഇന്ന് വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് കടബാധ്യതകളും ബാങ്ക് ജപ്തിയിലുമായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാനിവിടെ എത്തുന്നത്. ആ സുഹൃത്തിന് ഞാൻ ഒരുപാട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. എങ്കിലും ഞാനിവിടെ ഒന്ന് ഉടമ്പടി. ഞാൻ ആദ്യം വിചാരിച്ചത് ആലപ്പുഴയല്ലേ, എങ്ങനെ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്ന് രാത്രി തന്നെ മാതാവിനെ സ്വപ്നം കാണാനുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ടായി. 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു, 6 നിയോഗങ്ങൾ സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു, തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷേ അന്ന് മുതൽ എനിക്ക് ഭയങ്കരമായൊരു സമാധാനം ഉണ്ടായി. കാരണം അന്ന് വരെ എനിക്ക് കടബാധ്യതയെക്കുറിച്ചുള്ള ചിന്തയും ആൾക്കാരുടെ പേടിയും അവരുടെ ഫോൺ വിളിയുടെ ബഹളവും ഒക്കെ ആയിരുന്നു. ബാങ്കിൽ നിന്നുള്ള നിരന്തര ശല്യമായിരുന്നു. അതിനെയൊന്നും എനിക്ക് അന്ന് മുതൽ പേടിയില്ലാതെ എന്നെ സംരക്ഷിക്കാൻ അമ്മയും ഈശോയും ഉണ്ടെന്നൊരു തോന്നൽ അന്ന് മുതൽ എനിക്കുണ്ടായി. ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യതയോടെ പാലിച്ചുകൊണ്ടിരുന്നു. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഉടമ്പടി 2 പ്രാവശ്യം പുതുക്കി. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കാശ് രൂപം കളഞ്ഞുപോയി. ആ കാശ് രൂപം കളഞ്ഞ അന്ന് മുതൽ ഞാൻ സഹനത്തിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഉടമ്പടി കാര്യങ്ങളൊന്നും കൃത്യമായി പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രാർത്ഥന മാത്രമേ രാവിലെയും വൈകുന്നേരവും ഉള്ളൂ. ഒരുപാട് കുടുംബ പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം. ബൈബിൾ വായനയില്ല, ജപമാലയില്ല, കാരുണ്യ പ്രവർത്തികളില്ല, ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ പ്രാർത്ഥന പോലും മുടങ്ങാറുണ്ട്. എന്നാലും അത് ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥന അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. കാശ് രൂപ ഇല്ലാത്ത ഒരു വല്ലാത്ത വിഷമം എനിക്ക് അനുഭവത്തിലൂടെ ഉണ്ടായി. അങ്ങനെ ഞാൻ 2024 ജനുവരി മാസം ഞാനിവിടെ 2024 ഏപ്രിൽ മാസം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുതായി എടുത്തു. ആ ഉടമ്പടി പുതുക്കൽ എടുത്തതിലൂടെയാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ. കാരണം എൻ്റെ മകൻ്റെ പേരിൽ ഒരു ക്ലെയിം കേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് ആ കേസിൻ്റെ വിധി എത്രയും പെട്ടെന്ന് വരികയും അതിലൂടെയുള്ള പൈസയിൽ മുഖാന്തരം മാത്രമേ എനിക്ക് ഈ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളായിരുന്നു. ഈ 2 കാര്യങ്ങളും ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പുതിയ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കോടതിയിലെ കേസിൻ്റെ വിധിയിൽ കുറച്ചുകൂടി സ്പീഡപ്പായി വരികയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഞാൻ ഓരോ പ്രാവശ്യവും വക്കീൽ ഓഫീസിൽ പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും
ആരും കാണാതെ ഞാൻ ഉടമ്പടി വിശ്വാസ പ്രമാണം ചൊല്ലി ഓഫീസിന് മുന്നിൽ ഇടുകയും കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇൻഷുറൻസ് കമ്പനിയിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. മാഡത്തിൻ്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഞാൻ ഉടമ്പടി ഒപ്പ് ഉപയോഗിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ ഉടമ്പടി പുതുക്കി. നിയോഗങ്ങൾ ഇത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത്. 2 നിയോഗങ്ങൾ ഇതാണ് പ്രധാനമായിട്ടും വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ജപ്തി ഏത് നിമിഷവും എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഒരു അനുഗ്രഹം കിട്ടി. അദ്ദേഹം ഒരു കാശ് രൂപം തന്നു. ജപ്തി ഭീഷണിയുള്ള പറമ്പിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നിക്ഷേപിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. പക്ഷെ അന്ന് മുതൽ ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അതുവരെ വന്ന അവരുടെ ഒരു ദേഷ്യഭാവം അന്ന് മുതലില്ല. സാധാരണ ഒരു ബന്ധു വീട്ടിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെയായിരുന്നു ആ ബാങ്കുകാരുടെ അവസ്ഥ. വന്നിരിക്കും, സംസാരിക്കും, തിരിച്ചു പോകും. ഇതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരുന്നു. ഈ കേസിൻ്റെ വിധിയും ഇങ്ങനെ ഉടമ്പടി പുതുക്കിയതിന് ആദ്യമായി എടുത്തതിന് ശേഷം 5 വർഷമായി കേസിൻ്റെ വിധി നടന്നുകൊണ്ടിരിക്കുന്നു. ആക്സിഡൻറ്റ് വന്നിട്ട് 5 വർഷമായി. അന്ന് കൊടുത്ത കേസാണ്. 5 വർഷമായി കേസിൻ്റെ വിധി ഇങ്ങനെ നടന്നു. മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വിധിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 10 വർഷമായി എൻ്റെ പ്രമാണം ബാങ്കിലാണ്. അതെടുക്കാനും എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. അങ്ങനെ 13/1/2025 എൻ്റെ മകൻ്റെ പേരിൽ ഉള്ള വണ്ടിയുടെ കേസിൻ്റെ വിധി വന്നു. തുക എത്രയാണെന്ന് അറിയുന്നില്ല, അതെന്ന് കിട്ടുമെന്നും എനിക്കറിയില്ല. പക്ഷേ ബാങ്കിൽ നിന്ന് ഇങ്ങനെ പൈസ അടയ്ക്കണമെന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അടയ്ക്കാം ഇത് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു. ഏകദേശം 10 ലക്ഷം രൂപയോളം ബാങ്കിൽ അടയ്ക്കണം. ക്ലെയിം തുക എത്ര കിട്ടുമെന്നും വക്കീലിന് എത്ര കൊടുക്കണമെന്നും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് 3ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഈ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഈ ബാങ്കിലെ കടം മാത്രമല്ല, ഒരു പ്രമാണം മാത്രമല്ല, പുറത്ത് കുറച്ച് പലിശ കാര്യങ്ങളുണ്ട്, അല്ലാതൊരു പ്രമാണമുണ്ട്. എനിക്ക് ഈ പ്രമാണം എടുക്കാൻ 10 ലക്ഷത്തിൽ നിന്ന് ഒരു 7.5 ലക്ഷമാക്കി കുറച്ച് തരണേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ആൾത്താരയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെളിയിലിറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. സാധാരണ നമ്പറാണെങ്കിൽ ഞാൻ എടുക്കാറില്ല, എനിക്കറിയാമെന്ന് ബാങ്കിൽ നിന്നായിരിക്കുമെന്ന്. എന്നാലും ഞാൻ അതെടുത്തു. അപ്പോഴെനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ 10 ലക്ഷം അടയ്ക്കേണ്ട തുകയിൽ പകുതി ഞാൻ എത്രയാണോ എടുത്തത്, 4,40,000 രൂപയാണ് ഞാൻ എടുത്തത്. അത്രയും എമൗണ്ട് അടച്ചാൽ മതി എന്ന് എനിക്ക് ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചു. അതെൻ്റെ അമ്മ ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവിടെയും എനിക്കൊരു വിഷമം തന്നു അമ്മ. അന്ന് ജനുവരി ഏകദേശം ഒരു 22-ാം തീയതിയാണ്. ജനുവരി 31-ാം തീയതിക്കകം ഈ പൈസ അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിലേ പോയി ഞാൻ തിരിച്ച് അൾത്താരയിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മ തന്ന അനുഗ്രഹമാണ്, ഇതിനൊരു പരിഹാരം അമ്മ തന്നെ കാണിച്ചു തരണം. എനിക്ക് ഒന്നുകിൽ ഡേറ്റ് മാറ്റി തരണം, കാരണം വിധിയായ തുക എന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇതിനൊരു പരിഹാരം അമ്മ കാണണം, ഒന്നുകിൽ ഡേറ്റ് മാറ്റി തരണം. അമ്മയെ അമ്മയുടെ പ്രവർത്തിച്ചു. അമ്മ ജനുവരി 31 മാർച്ച് 31 വരെ എനിക്ക് നീട്ടിത്തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ 31 ആവാൻ കുറച്ച് ദിവസങ്ങൾ, ഈ മാർച്ച് മാസം നിങ്ങൾക്കറിയാം 30-31 അവധിയാണ്. 29-ാം തീയതി 3 മണി വരെ എനിക്ക് സമയമുള്ളൂ. ബാങ്കിൽ ഇത്രയും പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ ആ 3 മണി കഴിഞ്ഞാൽ പിറ്റേന്ന് 2-ാം തീയതി എനിക്ക് 10 ലക്ഷം രൂപ അടച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ആ ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലുള്ളവർക്ക് ടെൻഷൻ, എല്ലാവർക്കും ടെൻഷൻ. പൈസ 28-ാം തീയതി 10 മണിയായിട്ടും ബാങ്കിൽ അക്കൗണ്ടിൽ വന്നിട്ടില്ല ഈ ക്ലെയിം തുക. പക്ഷേ എനിക്ക് ഒരു പേടിയില്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നു, എന്തിനാ നീ പേടിക്കുന്നത്, ഞാനല്ലേ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്, എനിക്ക് ഒരു പേടിയില്ല. 28-ാം തീയതി ഏകദേശം ഒരു 12 മണിയായപ്പോൾ മകൻ്റെ പേരിൽ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റായി. എന്നിട്ട് പിറ്റേ ദിവസം ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം, ഈ ലോൺ ഇരിക്കുന്ന ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതും അവിടെയും എനിക്കൊരു ചെറിയ സഹനം തന്നു. 3 മണി വരെ ഉള്ള സമയം. 2 മണിയായിട്ടും ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല, സൈറ്റ് പ്രോബ്ലം. 2 മണിയായിട്ടും പറ്റില്ല. മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമ്മ തന്ന അനുഗ്രഹമാണ്, അമ്മ എടുത്തു മാറ്റില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. ഏകദേശം ഒരു 2:30 മണിയായപ്പോൾ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. എൻ്റെ പ്രമാണം അവിടെ ക്ലോസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് പ്രമാണമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് പ്രമാണം കിട്ടി. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പ്രമാണം ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്താണ്. 10 വർഷമായിട്ടിരിക്കുന്ന പ്രമാണം എൻ്റെ അമ്മയെ ഈശോയെ കാണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടുകാരോട് പറയൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് 10 വർഷമായിട്ടിരിക്കുന്ന പ്രമാണം. പിന്നെ ഞാൻ നിയോഗത്തിൽ വയ്ക്കാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞത്, എൻ്റെ മകൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രമാണവും ബാങ്കിലായിരിക്കുമായിരുന്നു. ഞാനത് നിയോഗത്തിൽ വച്ചിട്ടില്ല. അത് എടുക്കണമെന്ന് അത് എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അമ്മ ഈ തുക കൊണ്ട് എൻ്റെ 2 പ്രമാണവും എടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു.
ആ പ്രമാണം എടുത്തില്ല. ജീവിത പങ്കാളി വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹം. പിന്നെ 2 നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചിരുന്നു. അത് ഭർത്താവിനുള്ള രോഗസൗഖ്യമാണ്. അത് ഹസ്ബൻഡ് വന്നാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു. കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കൃപാസന മാതാവ്. ഞങ്ങൾ കുറേ പേരുണ്ട്. അതിലെല്ലാവരും ആക്റ്റീവ് അല്ലെങ്കിൽ ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ അടുത്തൊരു വാത്സല്യം എന്നൊരു ചാരിറ്റബിൾ ഒരു അച്ഛന്മാരും അമ്മമാരും താമസിക്കുന്ന സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ പോകും. ഞങ്ങൾ ചിലപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങളെ വകയായിരിക്കും. ഞങ്ങൾ കൊണ്ടുപോയി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവരോടൊന്ന് സംസാരിക്കും. പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ്, പാൽ ഇതൊക്കെ മേടിച്ച് അവരോട് കൊണ്ടുപോയി സംസാരിച്ച് പറഞ്ഞ് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. അവിടെ പത്രവിതരണവും നടത്താറുണ്ട്. പിന്നെ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നെങ്കിൽ എൻ്റെ ബാഗിൽ ഒരു പൊതി ചോറോ കാപ്പിയോ കാണും. പോകുമ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോടും പറയും, മാതാവേ ഇത് ഒരാളെ എനിക്ക് കാണിച്ചു തരണമേ വഴിയിൽ. തീർച്ചയായും എനിക്ക് കാണിച്ചു തരികയും ചെയ്യും, ഞാനത് കൊടുക്കുകയും ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വെച്ചാൽ എല്ലാ മാസവും ഞാനിവിടെ കഴിവതും മാസം തോറും വരാറുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വരുന്നുണ്ട്. മാസം തോറും ആ സുഹൃത്ത് 3-4 പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. ആ കുട്ടിക്ക് എത്രയും പെട്ടെന്നൊരു സാക്ഷ്യം പറയാൻ പറ്റട്ടെ എന്നാണ് ഞാൻ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ആ കുട്ടി മുഖാന്തരം പത്രം വാങ്ങിക്കാറുണ്ട്. 2 ദിവസത്തിൽ കൂടുതൽ പത്രം വീട്ടിൽ വെച്ചേക്കാറില്ല. എൻ്റെ അടുത്ത പരിസരത്തൊന്നും പത്രം മേടിക്കാറില്ല. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് പത്രം കൊടുത്തപ്പോൾ മോശമായ അഭിപ്രായമാണ് കിട്ടിയത്. അതിലൊരുപാട് സങ്കടം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരാൾ പത്രം മേടിച്ചില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് അടുത്ത ആൾക്ക് എത്തിക്കാൻ എനിക്കറിയാം. അങ്ങനെ ഞാൻ പത്രവിതരണം 2 ദിവസം കൊണ്ട് നടത്താറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാറ് കേൾക്കാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയുള്ള ധ്യാനം. കാരണം ചൊവ്വാഴ്ച കേൾക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത് കുരിശടി എന്നൊരു പള്ളിയുണ്ട്, അഞ്ച് അവിടെ ധ്യാനത്തിൽ കൂടെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉപവാസത്തോടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. എന്നാലും പിറ്റേ ദിവസം തന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കും, അത് ഷെയർ ചെയ്യും. ചൊവ്വാഴ്ച ഇടുന്ന ധ്യാനം അച്ഛൻ്റെ ധ്യാനം സ്റ്റാറ്റസായിട്ട് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. എൻ്റെ ഫോണിൽ നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും സാക്ഷ്യങ്ങളും മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മക്കൾ നോക്കുക ചോദിക്കണ്ട, അമ്മേ ഇത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ഫോണിൽ, വേറൊന്നുമില്ലേ? പിന്നെ ഉടമ്പടി വസ്തുക്കൾ, എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരുന്നു, 5 ആയിരുന്നു. ഉപ്പ് കഴിച്ചാണ് ഇപ്പോൾ 9 മാറിയിട്ടുണ്ട്. എനിക്ക് യൂട്രസ് സംബന്ധമായ അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു. നേർച്ച വസ്തുക്കളാണ്. കൈ 2 പൊങ്ങില്ല. ഞാൻ ഈശോയോട് പറയാറുണ്ട്, ഈശോയെ എനിക്ക് എങ്ങനെയാണ് ഈശോ 2 കൈ ഉയർത്തി ഇങ്ങനെ കഴുത്തുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്നത്? ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇവിടെ അഖണ്ഡ ജമാല റാലിയിൽ കഴിഞ്ഞ വർഷത്തെ പങ്കെടുത്തതിന് ശേഷം അത് എന്തായി എന്നതുപോലും എനിക്കറിയില്ല. മക്കൾക്കായാലും അങ്ങനെ തന്നെ എന്താവശ്യത്തിനും ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. 3 പേരാണുള്ളത്. മൂത്ത ആൾക്ക് മാത്രം ഇതിലൊത്ത് വിശ്വാസം ഉണ്ടായിട്ടില്ല. ആ മകനെയും കൂടി എത്രയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും അനുഗ്രഹം എന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.